അനീഷ് ബിഗ് ബോസിനെ അടിച്ച് അണ്ണാക്കി കൊടുത്തു കഴിഞ്ഞു. ഇനി മോഹൻലാൽ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന 3 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, നോർമലി സംഭവിക്കേണ്ടത് അനീഷിനെ ട്രിഗർ ചെയ്യുക, മാക്സിമം ഒപ്പോസ് ചെയ്യുക. അപ്പം പുറത്ത് അനീഷിന് ഫുൾ സപ്പോർട്ട് കിട്ടും. അകത്ത് ഗെയിം മനസ്സിലാവാതെ ഈ ബിയിൽ ഒരു നല്ല ഗെയിം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നോർമലി അതാണ് സംഭവിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് ശരിക്കുള്ള ഗെയിം. നമ്മൾ ഇതുവരെ മുന്നേ ഉള്ള ഗെയിമുകളെല്ലാം അഖിൽമാരാറിൻ്റെ സീസണിലെല്ലാം അങ്ങനെയാണ്. പക്ഷേ അഖിൽമാരാറായാലും റൂബിനായാലും അല്ലെങ്കിൽ രജിത് കുമാർ ആയാലും ഇവരാരും ബിഗ് ബോസിനെ അടിച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ ബിഗ് ബോസിന് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഇവിടെ ബീബിക്ക് നാണക്കേടാണ്. അപ്പം പിന്നെ ബീബിക്ക് രണ്ടാമതൊരു ഓപ്ഷൻ എടുക്കേണ്ടി വരും. സൂപ്പർ കളിയാണ് അനീഷ് കളിച്ചത് എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കേണ്ടി വരും. അതാകുമ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പോൾ ബീബിക്കകത്തുള്ളവർക്കെല്ലാം മനസ്സിലാവും അനീഷ് സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം ബീബിയിലൊന്നും നടക്കത്തില്ല. പക്ഷെ ബിഗ് ബോസിന് നാണക്കേട് ഉണ്ടാകത്തില്ല. ബിഗ് ബോസ് രക്ഷപ്പെട്ട് ബിഗ് ബോസിന് നാണക്കേടുമില്ല. ബീബിക്കകത്ത് കളി നടക്കത്തില്ല. അപ്പം ഈ ബിഗ് ബോസ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അധികം സംസാരിക്കത്തില്ല. പോസിറ്റീവോ നെഗറ്റീവോ കൊടുക്കത്തില്ല. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. 3 ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. 3ാമത്തെ ഓപ്ഷനായിരിക്കും മോഹൻലാൽ തിരഞ്ഞെടുക്കാൻ പോകുന്നത്.